ഹായ് ഹലോ മിഗോ, ഇറ്റ്സ് മീ റാങ്കോ. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ മോട്ടോർ സൈക്കിൾസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഒറ്റമൂലി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധനം വേറൊന്നുമല്ല, ഒരു കാർബൺ ക്ലീനറാണ്. PEA കാർബൺ ക്ലീനറാണ്. പോളിതറമൈഡ് ആണ് PEAൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതിനൊരു ഒറ്റമൂലി എന്ന് വിളിക്കാൻ കാരണം ആക്ച്വലി ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫ്യൂൽ അഡിറ്റീവ് ആണെങ്കിലും ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫ്യൂൽ ലൈന് കംപ്ലീറ്റ് ഇത് ക്ലീൻ ആക്കും. ഇഞ്ചക്ടർ മുതൽ ആ ഒരു ഫ്യൂൽ ലൈന്, അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ്റെ ഉള്ളിലുള്ള കമ്പസ്റ്റൻ ചേമ്പറിലുള്ള കാർബൺ ഡെപ്പോസിറ്റ്, അത് വാൽവുകൾ, അതുപോലെ നമ്മുടെ സ്പാർക്ക് പ്ലഗ്, ഇതുപോലത്തെ സാധനത്തിലൊക്കെ ഉള്ള കാർബൺ ഡെപ്പോസിറ്റ് ഈ ഒരു സാധനം ക്ലീൻ ചെയ്യും. യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഫ്യൂവലിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് ഞാനൊരു ഒറ്റമൂലി എന്ന് വിളിക്കാൻ കാരണം. പീരിയോഡിക്കലി ഈ സാധനം ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ബെനിഫിറ്റാണ്. നമ്മുടെ വണ്ടീൻ്റെ പെർഫോമൻസൊക്കെ അതുപോലെ കീപ്പ് ചെയ്യാൻ പറ്റും, മൈലേജും കാര്യങ്ങളൊക്കെ. കാരണം ഈ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ഈ ഒരു സാധനത്തിന് പറ്റും. ഇതിനധികം റേറ്റൊന്നുമില്ല, 163 രൂപയാണ് ഈ ഒരു ടിന്നിന് വരുന്നത്. ഇത് യമഹയുടെ ആണ്. ഇത് യൂസ് ചെയ്യുമ്പം കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കമ്പനിയുടെ സാധനങ്ങൾ എടുക്കാം. കാരണം കെമിക്കൽ ആയതുകൊണ്ട്, കെമിക്കലും അതുപോലെ നമ്മളെ ഫ്യൂവലിൽ ആഡ് ചെയ്ത് എൻജിൻ്റെ ഉള്ളിൽ പോകുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ ലോക്കൽ സാധനം എടുത്തുകൊണ്ട് ഉപയോഗിക്കരുത്. അത്യാവശ്യം നല്ല സാധനം തന്നെ യൂസ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ബോട്ടിലിന് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് റാപ്പിഡ് ക്ലീനപ്പ് പെർഫോമൻസ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ഫ്യൂവൽ ലൈൻ. അതുപോലെ തന്നെ PEA അഡിറ്റീവ് എഫിഷ്യൻ്റ്ലി റിമൂവ്സ് കാർബൺ ഡെപ്പോസിറ്റ് ഫ്രം ഫ്യൂവൽ മീറ്ററിംഗ് സിസ്റ്റം കോമ്പണൻസ്, ഫ്യൂവൽ ഇഞ്ചക്ടർ, കാർബറേറ്റർ, ഐഡിയൽ എയർ ബ്ലൻസ്, ത്രോട്ടിൽ ബോഡീസ്, മാനിഫോൾഡ് ആൻഡ് ഇൻടേക്ക് വാൽവ്സ്, ഇതൊക്കെ ക്ലീൻ ആക്കും. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്രീസസ് ഫ്യൂവൽ എക്കണോമി, റീസ്റ്റോർ പവർ ആൻഡ് റെഡ്യൂസസ് എക്സോസ്റ്റ് എമിഷൻ. നമ്മൾ കാർബൺ ഡെപ്പോസിറ്റ് കാരണം എക്സോസ്റ്റിൽ വരുന്ന എമിഷനിൽ വരുന്ന കുറേ കാർബൺ മോണോക്സൈഡ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ ഇതുകൊണ്ട് പറ്റും. ഇതാണ് സാധനം. ഇത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഇതുണ്ട്. കാരണം ഈ ഒരു ബോട്ടിൽ 50 ml ആണ് വരുന്നത്. ഈ 50 ml 2 ലിറ്റർ പെട്രോളാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. എന്നാലേ അതിൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. എഫക്റ്റീവായിട്ട് ഈ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ 2 ലിറ്റർ പെട്രോളിൽ 50 ml. അപ്പോൾ ഞാനിത് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടി ഇപ്പോൾ ഏകദേശം 40,000 ആയി. ഇത്ര ലോങ് പീരീഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10,000 വൺസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മെയിനായിട്ട് നിങ്ങൾ ഓടിക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ പീരീഡ് വരിക. അത് യൂസ് ചെയ്യേണ്ടത് വളരെ റഫായിട്ട് ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഒരുപാട് റഫായിട്ടൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞ പീരീഡ്സിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 6,000 3,000 ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. റഫായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 15,000 വൺസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്കിത് വണ്ടിയിൽ ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോഴത്തെ വണ്ടികളിലെല്ലാം തന്നെ ഫ്യൂൽ ഇഞ്ചക്ടറും അതുപോലെ തന്നെ ഡിജിറ്റൽ കൺസോൾ മീറ്ററും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കറക്റ്റ് 2 ലിറ്റർ പെട്രോളിൽ ഒഴിച്ചിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 2 ലിറ്റർ പെട്രോളിൽ ഒഴിച്ച് ഉപയോഗിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് ഒഴിക്കാൻ പോകുന്നത് FGയിലാണ്, FG V3. അപ്പോൾ ഇതിൽ ഫ്യൂൽ മീറ്ററിൽ ലാസ്റ്റ് ബ്ലോക്ക് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഒരു റിസർവ് എന്ന് പറഞ്ഞത്. അതായത് ഏകദേശം 1.7 ലിറ്ററാണ് റിസർവിൽ വരുന്നത്. അതാവുമ്പോൾ തന്നെ ഒരു F ട്രിപ്പ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 0.3 ലിറ്റർ പെട്രോളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഏകദേശം 2 ലിറ്റർ ആവും. ഇതൊരിക്കലും ആക്യുറേറ്റ് ആവില്ല, കാരണം ഡിജിറ്റൽ കൺസോൾ മീറ്റർ അത്ര ആക്യുറേറ്റ് അല്ല. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കിയിട്ട് കറക്റ്റ് 2 ലിറ്റർ വാങ്ങിയിട്ട് ഒഴിക്കണതാണ്. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഫ്യൂവൽ ഇഞ്ചക്ടർ വണ്ടികളിൽ പെട്രോൾ ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടറിന് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാത്തത്. പിന്നെ ഈ ഒരു കാർബൺ ക്ലീനർ നമുക്ക് എല്ലാ വണ്ടിയിലും ഉപയോഗിക്കാം. സ്കൂട്ടേഴ്സിലും മോട്ടോർ സൈക്കിൾസിലും ഒക്കെ യൂസ് ചെയ്യാം. ആകെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, 2 ലിറ്റർ പെട്രോളിലാണോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കേണ്ടത് മാത്രം. അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിൻ്റെ കളറ് ഇതിൻ്റെ ബോട്ടിൽ മേലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ക്ലിയർ ലൈറ്റ് യെല്ലോ കളറായിരിക്കുന്നു. അപ്പം ഇതിലെന്തെങ്കിലും മാരകമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കാതിരിക്കുക. കാരണം കെമിക്കൽ ആയതുകൊണ്ട് ചിലപ്പോൾ എയറായിട്ടൊക്കെ ബോട്ടിൽ എങ്ങനെ ലീക്ക് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ റിയാക്ഷൻ വന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സാധനം എടുക്കുമ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് നേരെ ടാങ്കിലേക്ക് വയ്ക്കാം.
ഇത് ഒഴിച്ചാൽ തന്നെ ഏകദേശം ഇത് സ്പ്രെഡായി മിക്സ് ആവും. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക, ഒന്ന് പെട്ടെന്ന് സ്പ്രെഡ് ആയിക്കോട്ടെ. ഇനി ഈ ഒരു മിക്സ് ചെയ്ത 2 ലിറ്റർ ഫ്യൂവല് അത് വെറുതെ ഇതിലേക്ക് ഒഴിച്ചാൽ പോരാ, അത് ഓടിക്കുമ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കണം, എന്നാലേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു 2 ലിറ്റർ പെട്രോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് തീർക്കരുത്. കാരണം ഇഞ്ചക്ടറിന് അതത്ര നല്ലതല്ല. അതുകൊണ്ട് ഒരു കുറച്ച് പെട്രോളെങ്കിലും ലാസ്റ്റ് ബാക്കി വരുമ്പോൾ തന്നെ റീഫിൽ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഏകദേശം 1.7 1.8 ലിറ്ററൊക്കെ യൂസ് ചെയ്തതിന് ശേഷം റീഫിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2 ലിറ്റർ പെട്രോളിൽ ആണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പം വണ്ടിക്കൊരു ഏകദേശം മൈലേജ് നിങ്ങളെ കണക്കിലുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം എങ്ങനെ പോയാലും ഒരു 45 ഒക്കെയാണ് മിനിമം കിട്ടുന്നത്. ആ ഒരു മിനിമം വെച്ചിട്ട് കിലോമീറ്റർ നോക്കുക. അപ്പം 2 ലിറ്റർ ആകുമ്പം 90 കിലോമീറ്റർ, അതിൽ നിന്നൊരു 10-15 കിലോമീറ്റർ കുറക്കുക. അതായത് ഒരു ഏകദേശം 75-80 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ റീഫിൽ ചെയ്യുക. ഇത് ഒഴിച്ചിട്ട് നമ്മൾ ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ ട്രിപ്പ് ഓൺ ആക്കിയിടുക. അപ്പോൾ ആ ട്രിപ്പിലെ കിലോമീറ്റർ ഏകദേശം ഒരു 70-75 ആകുമ്പോൾ തന്നെ റീഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സാധനം ഒഴിച്ചതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി യൂസ് ചെയ്യണം. അതായത് നോക്കിംഗ് ഒന്നുമില്ലാതെ പ്രോപ്പർ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട്, നമ്മൾ പലപ്പോഴും ക്ലച്ച് സ്ലിപ്പ് ചെയ്തിട്ടും ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തിട്ടൊക്കെയാണ് വണ്ടി നോക്കിംഗ് ഇല്ലാതൊക്കെ ഉപയോഗിക്കൽ പല സിറ്റുവേഷൻസിലും. അപ്പോൾ അതൊന്നുമില്ലാതെ പ്രോപ്പറായിട്ട് കറക്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് എല്ലാ ഗിയേഴ്സും പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഓടിക്കുന്നത്. എന്നാലേ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടക്കുള്ളൂ. അതുതന്നെ എല്ലാ റേഞ്ചിലും നമ്മൾ ഓടിക്കണം, എല്ലാ RPM-ലും ഓടിക്കണം. അങ്ങനെ ഓവറായിട്ട് റെഡ് ലൈൻ ചെയ്യൊന്നും വേണ്ട, എന്നാലും പ്രോപ്പറായിട്ട് ഏകദേശം എല്ലാ RPM-ലും വണ്ടി ഓടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ചേഞ്ചൊന്നും ഫീൽ ചെയ്യില്ല. പ്രോപ്പറായിട്ട് ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ടാവും. ഗ്രാജ്വലി ഉള്ള ഒരു ചേഞ്ച് നമുക്ക് കിട്ടുള്ളൂ. മൈലേജിലൊക്കെ ചെറിയ വേരിയേഷൻസേ ഉണ്ടാവുള്ളൂ. പവർ തന്നെ ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റൊക്കെ ഉള്ള വണ്ടികളിലാണെങ്കിൽ നമുക്ക് ആ ഒരു പവർ റീഗെയിനൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്ക് ഇത് ഒരൊറ്റ ബോട്ടിൽ ഉപയോഗിച്ച് വെച്ചിട്ട് ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പീരിയോഡിക്കലി യൂസ് ചെയ്യുന്നത് നല്ലതാണ് എൻജിൻ ലൈഫിനും. നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്നതിനനുസരിച്ച് വരുന്ന ഒരു ചെറിയ പവർ ഡ്രോപ്പൊക്കെ റീഗെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇതൊരു പവർ ബൂസ്റ്റിംഗ് സംഭവം എന്നല്ല. അപ്പോൾ മെയിനായിട്ട് എൻജിൻ ലൈഫൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം പീരിയോഡിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.